KFCയുടെ വീഡിയോ കുറെ നാള് മുമ്പുള്ളതാണ്. ഓക്കെ. ഞങ്ങള് ഇപ്പൊ പുറത്താണെങ്കിലും ഞങ്ങൾ തൃശ്ശൂരാണെങ്കിലും വർക്കിന്റെ ബേസിൽ ദൂരത്തൊക്കെ പോകാറുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് എപ്പോഴും വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പറ്റില്ല. മിക്കവാറും പുറത്തുനിന്നായിരിക്കും കഴിക്കുന്നത്. ഇവനെ കണ്ടാ പറയത്തില്ലെന്നേ ഉള്ളൂ, പക്ഷെ ഇവന് കൊളസ്ട്രോൾ ഉണ്ട്. ഓക്കെ. അപ്പോൾ മാക്സിമം ഞങ്ങൾ പുറത്തുനിന്നുള്ള ആഹാരം കുറച്ചിട്ട് വീട്ടിലെ ആഹാരം കഴിക്കാൻ അങ്ങനെ ഒരു പ്ലാൻ ഇട്ടു. അതിന്റെ ബേസിസിലാണ് ആ ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ ഞങ്ങൾ പുറത്ത് പോയപ്പോഴത്തേക്കും ഒരു നേരത്തേക്കുള്ള ആഹാരം ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. അത് ഞങ്ങൾ കാറിൽ ഇരുന്ന് കഴിച്ചു. ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കത്തില്ലെന്നും പറഞ്ഞിട്ടില്ല, പുറത്തുനിന്ന് കഴിക്കുന്നത് ദോഷമാണെന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ മാക്സിമം കുറച്ച് ഇതേപോലെ വീട്ടിലുള്ള ആഹാരങ്ങൾ കൂടുതൽ കഴിക്കാൻ ശ്രമിക്കുന്നു എന്ന രീതിയിലാണ് ഞങ്ങളത് പുറത്തോട്ട് പറയാൻ ശ്രമിച്ചത്. പക്ഷെ അത് പുറത്തോട്ട് വന്നപ്പോ അത് വേറെ രീതിയിലായി പോയി. അതിനകത്ത് കറക്റ്റ് ആയിട്ട് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഓയിൽസ് ഇപ്പം ചക്കിലാട്ടിയ വെളിച്ചെണ്ണ അല്ലെങ്കിൽ അതുപോലെ നമുക്ക് 100% പ്യൂർ ആയിട്ടുള്ള കോക്കനട്ട് ഓയിൽ ആണെന്ന് ഉറപ്പുള്ള അല്ലാത്ത ബാക്കി എല്ലാ സാധനങ്ങളിലും പെട്രോളിയം ബൈ പ്രൊഡക്റ്റുകൾ ഉണ്ട് എന്നതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇതിലാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ സോഷ്യൽ മീഡിയ ആരാധകർ ഏറ്റെടുക്കുന്നത്. ഒന്നെങ്കിൽ ഇവരെ ട്രോളാനും കളിയാക്കാനും പരിഹസിക്കാനും ഒക്കെ വേണ്ടി, അല്ലെങ്കിൽ ഇവരോടുള്ള ആരാധന കാരണം ഇവർ ചെയ്യുന്ന ഡാൻസോ റീൽസോ അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന വീഡിയോസ് കോണ്ടന്റ്സിനോടുള്ള ഒരു ആരാധന കാരണം. ഇതിൽ ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ്ങായി നിൽക്കുന്ന ഒരു പേരാണ് പ്രശ്നേഷ്. ഗ്രീൻ ഹൗസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും പ്രശ്നേഷിനെ ഓർമ്മ വരും. കാരണം മറ്റൊന്നുമല്ല, തൊട്ടതിനും പിടിച്ചതിനും എല്ലാം കുറ്റം, എല്ലാത്തിനും പ്രശ്നം കണ്ടെത്തുന്ന ഒരാൾ എന്ന നിലയ്ക്കാണ് ഇപ്പോൾ പ്രശ്നേഷ് ഹിറ്റായിക്കൊണ്ടിരിക്കുന്നത്. യൂട്യൂബിലാണ് ഇദ്ദേഹം ഏറ്റവും കൂടുതൽ വൈറലായി മാറിയത്. പിന്നാലെ നിരവധി ഇന്റർവ്യൂസിലും എത്തി. ഇന്റർവ്യൂസിൽ പോയാൽ തന്നെ അവതാരകരുടെ ചോദ്യത്തിനെല്ലാം തർക്കുത്തരം പറയുന്ന, എല്ലാ കാര്യത്തിലും പ്രശ്നം കണ്ടുപിടിക്കുന്ന ഒരു യൂട്യൂബർ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് ഇദ്ദേഹം. ഇപ്പൊ ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങുന്നതാണല്ലോ. അപ്പൊ അവിടെ ഒരു 30 രൂപ 20 രൂപ 50 രൂപ എന്ന് പറയുന്നത് വണ്ടിയെ സ്നേഹിക്കുന്നവർക്ക് അതൊന്നും ആയിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് രണ്ടുപേർക്കും തോന്നുന്നത്. അതില് വലിയ അതായത് ഇപ്പോ നമ്മള് മലയാളികളാണ്, നമ്മള് ഒരു മാളിൽ പോകുമ്പോൾ സാധനം വാങ്ങിക്കാൻ മാത്രമായിട്ട് പോവാം. ഞാനൊക്കെ പണ്ട് 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ആലപ്പുഴയിൽ ഒരു ബിസ്മി ഹൈപ്പർ മാർട്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു വലിയ ഹൈപ്പർ മാർക്കറ്റ് ഒക്കെ വന്നായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാനും കൂട്ടുകാരും കൂടെ അവധി കിട്ടുന്ന ദിവസങ്ങളിലെല്ലാം അവിടെ പോകും. കുറച്ച് AC കൊള്ളാം, കുറെ സാധനങ്ങളും കാണാം, പറ്റുവാണെങ്കിൽ കുറച്ച് മറ്റേ ഐസ്ക്രീമിന്റെ മിക്സ് ഉണ്ടല്ലോ, അതായിരുന്നു ഞങ്ങൾ ആകെ മേടിച്ചുകൊണ്ടിരുന്നത്. അല്ലാതെ ഞങ്ങൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നതായിരുന്നു. അപ്പൊ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നവർക്ക് പാർക്കിംഗ് ഫീ കൊടുക്കുന്ന കൊണ്ട് കുഴപ്പങ്ങളും ഉണ്ടാവില്ല. അല്ലെങ്കിൽ അവർക്കേന്ന് മേടിച്ചില്ലെങ്കിൽ ഇവർക്കാണല്ലോ അത്രയും പാർക്കിംഗ് സ്പേസ് പോണത്. ഓക്കെ. സോ നെക്സ്റ്റ് വൺ, ഫ്രീ ലെഫ്റ്റ് അനുവദനീയമായ സിഗ്നൽ ജംഗ്ഷനുകളിൽ വണ്ടികൾ പാർക്ക് ചെയ്യുന്നത് കാണുമ്പോൾ. വണ്ടി റോഡിൽ പാർക്ക് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരാറുണ്ട്. കാരണം ബാക്കിയുള്ളവർക്കും കൂടെ യാത്ര ചെയ്യാനായിട്ട് എന്താ അവകാശമുള്ള റോഡുകളാണ് ഇവന്മാർ ബ്ലോക്ക് ആക്കുന്നത്. ഇതുകൊണ്ട് ചിലപ്പോൾ അടുത്തൊരു അപകടം വരുന്ന, ഒരു തട്ടലും മുട്ടലും കിട്ടുന്നത് പുറകെ വരുന്നവർക്കിട്ടായിരിക്കും. അപ്പൊ ഇതിനൊക്കെ പ്രോപ്പറായിട്ടുള്ള ഒരു നിയമ നടപടിയൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ഈക്വലായിട്ട്, അല്ലാതെ സാധാരണക്കാരൻ്റെയൊക്കെ നിയമ നടപടി ഉണ്ട്, പൈസ ഉള്ളവർക്കേലും പൊളിറ്റിക്കൽ ബാക്കപ്പ് ഉള്ളവർക്കേലും നിയമ നടപടി ഇല്ല എന്നുള്ള ഇന്നത്തെ ഈ ഒരു സിസ്റ്റം പോരാ. എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള പണിഷ്മെന്റ് കിട്ടണം, എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള നിയമം ഇവിടെ ഉണ്ടാവണം. ഈ ഇടയ്ക്ക് ഒരു ഇന്റർവ്യൂ വൈറലായി മാറിയിരുന്നു. കാരണം ഇവര് ഭാര്യയും ഭർത്താവും ഒന്നിച്ചാണ് എത്തുന്നത്. ഭാര്യയ്ക്കും ഭർത്താവിനും ഒരേ സ്വഭാവം. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പ്രശ്നേഷിന്, അതായത് ഗ്രീൻ ഹൗസിന് ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, എന്തെങ്കിലും എല്ലാ കാര്യത്തിലും ഒരു ബുദ്ധിമുട്ടുണ്ട്. ഒരു തുണി എടുത്താൽ അതിലെന്തെങ്കിലും അഴുക്കുണ്ടെന്ന് പറയുക, അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിൽ വെള്ളം കൊടുത്താൽ ആ വെള്ളം കൊള്ളില്ല, അല്ലെങ്കിൽ ഗ്ലാസ്സിന് വൃത്തിയില്ല എന്ന് പറയുക. അങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം OCD എന്ന കാരണം തന്നെയാണ് ഈ പ്രശ്നേഷിന്റെ പ്രധാന കാര്യം. രണ്ടാമത്, ഇദ്ദേഹത്തിന്റെ ഭാര്യയും അതുപോലെയാണ് എന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഭാര്യയ്ക്കും OCD ആണ് ഉള്ളത്. ഇവർ രണ്ടുപേരും എങ്ങനെ, ഭാര്യയ്ക്കും ഭർത്താവും OCD ഉള്ള രണ്ടുപേരും എങ്ങനെ ഒന്നിച്ചെത്തി എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ ഭാര്യയും ഭർത്താവും ഒരു ഇന്റർവ്യൂവിൽ എത്തിയിരുന്നു. അവിടെ വെച്ച് ഒരു ക്വിസ് അല്ലെങ്കിൽ ഒരു ചോദ്യോത്തര വേളയിൽ ഒരു വിസിൽ കൊടുത്തു. ഇവർക്ക് രണ്ടുപേർക്കും ഓരോ വിസിൽ കൊടുത്തു. അപ്പോൾ ഇവർക്ക് ഇത് വായിൽ വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഇത് മറ്റാരെങ്കിലും ഉപയോഗിച്ചതാണോ, അല്ലെങ്കിൽ തന്നെ ഇതിന്റെ സാനിറ്റൈസർ അടിച്ചിട്ടേ വായിൽ വെക്കാൻ പറ്റൂ എന്നൊക്കെ. സാനിറ്റൈസർ അടിച്ചൊരു സാധനം ആരെങ്കിലും വായിൽ വെക്കൂ എന്നതാണ് പ്രധാന ചോദ്യം. എന്നാൽ ഇത് വൃത്തിയാക്കാതെ
ഞങ്ങൾ വായിൽ വയ്ക്കില്ല എന്ന് ഒരേ ഒരു നിർബന്ധത്തിലായിരുന്നു ഇവരുവർ. അപ്പോൾ അവതാരക ചോദിക്കുന്നുണ്ട്, ഇത് ഞങ്ങൾ പുതിയതായിട്ട് വാങ്ങിയതാണ്, ഒരാൾ ഉപയോഗിച്ച ഒരു സാധനം മറ്റൊരാൾക്ക് ഞങ്ങൾ കൊടുക്കാറില്ല എന്ന് പറഞ്ഞാലും ഇവർ ഒരു വിധത്തിൽ കേൾക്കുന്നില്ല. അങ്ങനെയാണ് ഈ സംഭവം മുന്നോട്ട് പോകുന്നത്. ഈ ഇന്റർവ്യൂ വൈറലായതോടെ ഇവർക്ക് ഇത്രയും വലിയ OCD ഉണ്ടോ, അങ്ങനെ ഈ OCD ഉള്ള രണ്ടുപേർ എങ്ങനെയാണ് പരിചയപ്പെട്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് ആരാധകർ രംഗത്തെത്തുന്നുണ്ട്. ഫുൾ ഫണ്ണാണ്, അപ്പൊ ഒന്നും വിചാരിക്കേണ്ട. ഒരു minute. റെഡി അല്ലേ? വിസിലടിക്കുന്നതിന് മുമ്പ് ഞങ്ങളതൊന്ന് എന്ത്? തുടച്ചോട്ടെ. ടിഷ്യൂ തരാവോ? അതെന്തിനാ? ഞങ്ങൾക്ക് കുറച്ച് ഹോസ്പിറ്റലിന്റെ പ്രശ്നമുണ്ട്. ഓക്കെ. ഒരു ടിഷ്യൂ നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ നമുക്ക് കുറച്ച് വൃത്തിയുടെ നിർബന്ധം ഉണ്ടേ. ഉണ്ടല്ലേ? ഓക്കെ. ഒരു ടിഷ്യൂ ഉള്ളായിരുന്നു. ഉള്ളത് ഷെയർ ചെയ്യാം. ഓക്കെ. ഓക്കെ, സോ ഈ സെഗ്മെന്റ് എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ തിരിഞ്ഞു നിൽക്കണം. ഓക്കെ, തിരിഞ്ഞു നിന്നിട്ട് ഞാൻ ഒരു ക്വസ്റ്റ്യനോ സ്റ്റേറ്റ്മെന്റ് ചോദിക്കും. അപ്പൊ യെസ് ആണെങ്കിൽ നിങ്ങൾ വിസിലടിക്കണം, നോ ആണെങ്കിൽ ചെയ്യണ്ട. ഇത് രണ്ടും ഒരുമിച്ച് ചെയ്താലാണ് നിങ്ങൾ ഇതിൽ വിജയിക്കുക. നിങ്ങൾ ഒരാൾ വിസിലടിച്ചിട്ട് ഒരാൾ തെറ്റിപ്പോയ പനിഷ്മെന്റ് ഉണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ റെഡി അല്ലേ? സോ ഫസ്റ്റ് അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കരുത്, അങ്ങനെ തിരിഞ്ഞു നിന്നോ. ഇത് ഫുൾ ഫണ്ണാണേ, സോ ഒരു സീരിയസ്നെസ് ഒന്നും പിടിച്ചിരിക്കണ്ട, ഫുൾ ഫണ്ണാണ്. തുടങ്ങുവാണേ. തിരിഞ്ഞിരിക്കും, രോഗത്തിൽ തിരിഞ്ഞിരിക്കും. ഓക്കെ ഓക്കെ, സോ എസ് ആണെങ്കിൽ വിസിലടിക്കണം, നോ ആണെങ്കിൽ വേണ്ട. കംപ്ലൈന്റ് സ്റ്റാർ എന്ന ഫൺ ടൈറ്റിൽ കിട്ടിയതിൽ സന്തോഷമുണ്ട്. ചെറുതായിട്ടൊന്നും അടിക്കാൻ വന്നൊരു ഇത് ഇല്ല. സന്തോഷം എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറയുന്ന ട്രോൾ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന പോലെ ഇപ്പം അതിന്റെ ആവശ്യമില്ല. അവര് അവരുടെ പണി ചെയ്യുന്നു, അവരുടെ ജീവിതമാർഗം കണ്ടെത്തുന്നു, അത്രേ ഉള്ളു. ഓക്കെ ഓക്കെ. അപ്പം ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ വിസിൽ വായിൽ വെക്കണം. ഓക്കെ, എന്നിട്ട് ഊതാതിരിക്കുക ചെയ്തോ. വിസിൽ വായിൽ വെച്ചോ. ഓക്കെ. അല്ലെങ്കിൽ പിന്നെ ആൾക്കാർ വിചാരിക്കും എന്തെങ്കിലും കുഴപ്പമുണ്ടോ. ഓക്കെ, സോ ഇപ്പോൾ ആയ പിന്നെ എവിടെ യാത്ര പോയാലും പ്രതികരിക്കാൻ ഒരു കംപ്ലൈന്റ് കണ്ടാൽ സന്തോഷമാണ്. അങ്ങനൊന്നുമില്ല. ഇപ്പോൾ ആയ പിന്നെ എവിടെ യാത്ര ചെയ്താലും പ്രതികരിക്കാൻ ഒരു കംപ്ലൈന്റ് കണ്ടാൽ സന്തോഷമാണ്. നിങ്ങളിപ്പോ എവിടെ പോയാലും എന്തെങ്കിലും കംപ്ലൈന്റ് കിട്ടി നിങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ? അങ്ങനൊന്നുമില്ല. ഇല്ല.